നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മിയുമായി സഖ്യമുണ്ടാക്കണമെന്ന നേതൃത്വത്തിന്റെ നിർദ്ദേശത്തിൽ പുകയുകയാണ് ഹരിയാന കോൺഗ്രസ്. പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഭൂപീന്ദർ സിംഗ് ഹൂഡയാണ് സഖ്യത്തിനെതിരെ രംഗത്തെത്തിയത്. നേതൃനീക്കത്തിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം നടന്ന പാർട്ടി യോഗത്തിൽ നിന്നും ഹൂഡ ഇറങ്ങിപ്പോയതായും റിപ്പോർട്ടുകളുണ്ട്. സംസ്ഥാനത്ത് വലിയ വിജയപ്രതീക്ഷയിലാണ് ഇത്തവണ കോൺഗ്രസ്. എന്നിരുന്നാലും ബി.ജെ.പിയെ വീഴ്ത്താൻ ആം ആദ്മി പോലുള്ള പാർട്ടികളുമായുള്ള സഖ്യം അനിവാര്യമാണെന്ന നിലപാടിലാണ് പാർട്ടി ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും. ഈ സാഹചര്യത്തിലാണ് ആം ആദ്മിയുമായി സഖ്യ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത്. എന്നാൽ തുടക്കം മുതൽ തന്നെ ഇത്തരം ചർച്ചകളിൽ സംസ്ഥാന നേതൃത്വം എതിർപ്പ് ഉയർത്തുന്നുണ്ട്. ഹൂഡയുടെ ക്യാമ്പാണ് സഖ്യം ആവശ്യമില്ലെന്ന നിലപാടിൽ തുടരുന്നത്. നിലവിൽ ആം ആദ്മി 20 സീറ്റാണ് മത്സരിക്കാൻ ആവശ്യപ്പെടുന്നത്. ഇതിൽ പെഹോവ, കലയാത്ത്, ജിങ് തുടങ്ങിയ പല സീറ്റുകളും ഹൂഡയുടെ അനുയായികളുടെ സീറ്റുകളാണ്. ഇതാണ് ഹൂഡ ക്യാമ്പിൽ അമർഷത്തിന് വഴിവെച്ചത്. സീറ്റ് വിഭജനം ചർച്ച ചെയ്യാനായി ഒരു സബ് കമ്മിറ്റിയെ നേതൃത്വം രൂപീകരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന സബ് കമ്മിറ്റി യോഗത്തിൽ നിന്നും ഹൂഡയും സംസ്ഥാന അധ്യക്ഷൻ ഉദയ് ഭാനും ഇറങ്ങിപ്പോയി. സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ദീപക് ബാർബറിയ ഇടപെട്ട് ഇരുവരെയും അനുനയിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും നേതാക്കൾ വഴങ്ങിയില്ല. ആം ആദ്മിയുമായി മാത്രമല്ല 2-3 സീറ്റുകൾ അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടിക്ക് നൽകാനും നേതൃത്വം ആവശ്യപ്പെടുന്നുണ്ടെന്നാണ് ഹൂഡയുമായുള്ള അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. ഇതെല്ലാമാണ് നേതാക്കളെ ചൊടിപ്പിച്ചതെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിനിടെ തന്റെ ക്യാമ്പിൽ നിന്നുള്ള ചില നേതാക്കൾക്ക് സീറ്റ് നൽകാതിരുന്നതും ഭൂപീന്ദർ ഹൂഡയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. സിറ്റിംഗ് MLA-മാർക്ക് സീറ്റ് നൽകണമെന്നതായിരുന്നു നേരത്തെ AICC നിർദ്ദേശം. 28 MLA-മാരാണ് കോൺഗ്രസിനുള്ളത്. എന്നാൽ ചില സിറ്റിംഗ് MLA-മാരെ ഒഴിവാക്കാനാണ് ഇപ്പോൾ ദേശീയ നേതൃത്വം നിർദ്ദേശിച്ചിരിക്കുന്നത്. സമൽഖയിൽ നിന്നുള്ള ധരം സിംഗ് ചോക്കർ, സോനിപത്തിൽ നിന്നുള്ള സുരേന്ദർ പൻവാർ, മഹേന്ദ്രഗഡിൽ നിന്നുള്ള റാവു ഉദൻ സിംഗ് തുടങ്ങി ഹൂഡ ക്യാമ്പിൽ നിന്നുള്ളവരെ പുറത്തു നിർത്താനാണ് തീരുമാനം. വിവിധ കേസുകളിലായി ED അന്വേഷണം നേരിടുന്നവരാണ് ഇവർ. എന്തായാലും ആം ആദ്മിയുമായി സഖ്യമെന്ന നിലപാടിൽ തന്നെ മുന്നോട്ടു പോകാനാണ് നേതൃത്വം നിർദ്ദേശിക്കുന്നതെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം ഇത്തവണത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ആം ആദ്മിക്ക് നേട്ടമായി മാറാനാണ് സാധ്യത. കോൺഗ്രസുമായി AAP ഉണ്ടാക്കുന്ന സഖ്യമാണ് അതിന് കാരണവും. സഖ്യം അടുത്ത ദിവസം തന്നെ പ്രഖ്യാപിക്കും. 7 സീറ്റിലായിരിക്കും AAP മത്സരിക്കുക. സഖ്യമായി മത്സരിക്കുമ്പോൾ AAPക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ സഖ്യമുണ്ടാക്കിയിരുന്നു. AAPക്ക് ഒരു സീറ്റ് ലഭിച്ചെങ്കിലും വിജയിക്കാനായിരുന്നില്ല. എന്നാൽ വോട്ട് വർദ്ധിപ്പിക്കാനായി. AAPയുടെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പ്രകടനം കൂടിയായിരുന്നു അത്. കുരുക്ഷേത്ര മണ്ഡലത്തിൽ നിന്നാണ് AAP സ്ഥാനാർത്ഥി മത്സരിച്ചത്. ഇവിടെ ബി.ജെ.പിയുമായി കടുത്ത മത്സരമാണ് നടന്നത്. ബി.ജെ.പിയെ വീഴ്ത്തുകയാണ് ഏറ്റവും വലിയ ലക്ഷ്യമെന്നാണ് AAP നേതാവ് സഞ്ജയ് സിംഗ് പറഞ്ഞത്. AAP സഖ്യത്തിന് നല്ലൊരു ശതമാനം സംസ്ഥാന നേതാക്കളും എതിരാണ്. AAP ഇല്ലാതെ തന്നെ വിജയിക്കാൻ കരുത്തുള്ള ശക്തമായ നിലയിലാണ് കോൺഗ്രസ് എന്ന് പാർട്ടി തന്നെ പറയുന്നുണ്ട്.